മറ്റൊരു വാചകം, ആ വാചകം ശരിയല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ അത് വ്യക്തമാക്കണം. എന്താണ് മൗദൂദി സാഹിബ് പറയുന്നത്? മൗദൂദി സാഹിബ് ഈ വിഷയത്തിൽ വിശദീകരിക്കുകയാണ്. എന്താണെന്നറിയുമോ? ഇതിനു മുമ്പും ഖുർആൻ പലയിടത്തായി പ്രതിപാദിച്ച ഒരു വിഷയം തന്നെയാണ് ഇവിടെ സന്ദർഭോചിതം ആവർത്തിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് മറ്റു വല്ലവരുടെയും നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പിന്തുടരുന്നത് യഥാർത്ഥത്തിൽ അവരെ ദിവ്യത്വത്തിൽ അള്ളാഹുവിന്റെ പങ്കാളികളാക്കലാണ്. ആ മറ്റുള്ളവരെ ദൈവത്വത്തിന്റെ പങ്കുകാരായി വാക്കുകൊണ്ട് സമ്മതിക്കട്ടെ സമ്മതിക്കാതിരിക്കട്ടെ, വാക്കുകൊണ്ട് സമ്മതിക്കാതിരിക്കട്ടെ എന്നല്ല, ആ പങ്കാളികളുടെ മേൽ ശാപപ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നാൽ പോലും, ആ പങ്കാളിയുടെ മേൽ ശാപപ്രാർത്ഥന ചെയ്തുകൊണ്ടായിരുന്നാൽ പോലും അള്ളാഹുവിന്റെ ആജ്ഞക്കെതിരെ അവരുടെ ആജ്ഞ സ്വമനസാ പിൻപറ്റുന്ന മനുഷ്യൻ ദിവ്യത്വത്തിൽ പങ്കുചേർത്ത മഹാപാതകിയാണ്. അവ ശപിച്ചുകൊണ്ട് ഒരാളെ അനുസരിച്ചെന്ന് വിചാരിക്കും. അപ്പൊ മനുഷ്യനെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ, അള്ളാഹുവിനെ ധിക്കരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പിശാച്, ശൈത്താൻ. ആ ശൈത്താനെ ശപിച്ചുകൊണ്ടനുസരിക്കുക. എങ്കിലും എന്തായിത്തീരും? ശിർക്കായിത്തീരും. അപ്പൊ ശപിച്ചുകൊണ്ടനുസരിക്കുക എന്നതാണോ നിരുപാധികമായ അനുസരണം എന്ന് പറഞ്ഞാൽ? ശപിച്ചുകൊണ്ടനുസരിക്കുന്ന അനുസരണത്തിന് നിരുപാധികമായ അനുസരണം എന്ന് പറയുമോ? ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കണം, പറഞ്ഞു കൊടുക്കണം. വീണ്ടും നിങ്ങൾ നോക്കൂ, ഇബാദത്ത് എന്നാൽ കേവലം പൂജയുടെയും ആരാധനയുടെയും പേരല്ല, അനുസരണത്തിന്റെ കൂടി പേരാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അതുപോലെ ഒരാൾ മറ്റൊരാളെ ശപിച്ചുകൊണ്ട് പോലും അയാൾക്ക് അടിമപ്പെടുകയാണെങ്കിൽ അത് അയാൾക്ക് ഇബാദത്ത് ചെയ്യുക എന്ന കുറ്റമായി തീരുമെന്ന് കൂടി ഇതിൽ നിന്ന് ഗ്രഹിക്കാം. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരുപാധികമായ അനുസരണം എന്ന് പറഞ്ഞാൽ, നിരുപാധികമായ അനുസരണം എന്ന് പറയുന്നത് ശപിച്ചുകൊണ്ടനുസരിക്കുന്നതിനെയാണോ? ശപിച്ചുകൊണ്ടനുസരിക്കുന്നതിന് നിരുപാധികമായ അനുസരണം എന്ന് പറയൂ? ഇല്ല. അപ്പൊ മൗദൂദി ഉദ്ദേശിച്ച അനുസരണം ഏതാണ്? നിരുപാധികമായ അനുസരണമല്ല. അപ്പൊ ചുരുങ്ങി. അപ്പൊ ഇബാദത്ത് ചുരുങ്ങി. റബ്ബർ പോലൊന്ന് വലിച്ചു നോക്കി, അപ്പൊ നീണ്ടു. ഇപ്പൊ ഇതാ ചുരുങ്ങ. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചവിട്ടിയാല്, ഇബാദത്ത് എന്ന് പറഞ്ഞാല് അത് അനുസരിക്കാണ്, അല്ലെങ്കിൽ അനുസരണമാണ് എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഉള്ളത് ചുരുങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇത് എന്തെടുക്കണം? ഒന്ന് ചവിട്ടി വധിക്കാൻ തീരുമാനിച്ചു. ഇന്നത് ചവിട്ടിയിട്ട് റെഡിയാക്കാം, ചവിട്ടി നോക്കാം. അങ്ങനെ ചവിട്ടി നോക്കി എങ്ങനെയാണ്? അത് ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട്. ഈ ചവിട്ടി നോക്കുക, ചളുങ്ങുണ്ടോ? അങ്ങനെ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. അതുപോലെ തന്നെ ഇബാദത്തിന് അടിമത്തം എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇബാദത്ത് എന്താണ്? അടിമത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്തിന്റെ അർത്ഥകൽപ്പന എന്താണ്, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം എന്താണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവരെത്ര ചവിട്ടിയോ അത്രമാത്രം അത് വികൃതമായിട്ടേയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്ക് യഥാർത്ഥമായ ഇബാദത്തിനെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, യഥാർത്ഥമായ ഇബാദത്തിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധമായ ഓരോരോ ചേരുവകളും ഓരോരോ വിശദീകരണത്തിലും ജമാഅത്തെ ഇസ്ലാമിക്ക് കൂട്ടിച്ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിച്ച ഈ രൂപത്തിൽ വികൃതമായ ഒരു ഇബാദത്ത്, പ്രവാചകൻ പഠിപ്പിക്കാത്ത, അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് ശരിയല്ല. നേരെ മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ഇബാദത്ത്, അള്ളാഹു പഠിപ്പിച്ച ഇബാദത്ത്, അതാണ് ഏറ്റവും ശരിയായ ഇബാദത്ത് എന്ന് വിശദീകരിക്കുക എന്ന തെറ്റാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. വേറെ ഒരു തെറ്റും മുജാഹിദുകൾ ചെയ്തിട്ടില്ല. പക്ഷേ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച രൂപത്തിൽ ഇബാദത്തിനെ മനസ്സിലാക്കണം, അതിനങ്ങനെ വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു അത് അപൂർണ്ണാണ്, അത് ശരിയല്ല, അത് പൂർണ്ണമായ വിശദീകരണമല്ല. നേരെ മറിച്ച് ഞങ്ങൾ പറഞ്ഞ ഈ ചവിട്ട് മെതിച്ചതും വലിച്ചു നീട്ടിയതുമായ ഇബാദത്ത്, ആ ഇബാദത്താണ് ശരിയായത് എന്ന രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമി വാശിയോടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം വികൃതമായി ഇബാദത്തിനെ അവതരിപ്പിച്ചത് കൊണ്ട് എന്താണ് അവർക്കുള്ള നേട്ടമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ദൗത്യം, അവരുടെ കഴിവിന് അപ്പുറം അവർ നിർവഹിച്ചിട്ടുണ്ട് എന്നതൊരു സത്യമാണ്.
അതിൽ നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് മഹാനായ ഉമർ മൗലവി സാഹിബ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് അഭിമാനത്തോടെ പറയാൻ കഴിയും, ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്ന ഈ അങ്ങേയറ്റം വികൃതമായ ഇബാദത്ത്, ആ ഇബാദത്ത് ഇസ്ലാമിലെ ഇബാദത്തല്ല, പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല, അത് മൗദൂദി സാഹിബിന്റെ ദുഷ്ടചിന്തയിൽ നിന്നും ഉടലെടുത്തതാണ് എന്ന് കേരള സമൂഹത്തിന് മുന്നിൽ അല്ല, ലോക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞ മഹാനായ ഒരു പണ്ഡിതനാണ് ഉമർ മൗലവി സാഹിബ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉമർ മൗലവി അരച്ചു കൊടുത്ത വലിച്ചു കുടിക്കാനുള്ള പൂതിയുണ്ട്, പക്ഷെ നടക്കൂല. കാര്യം ഉമർ മൗലവിയുടെ കയ്യിൽ ഇൽമുണ്ട്, ഉമർ മൗലവിയുടെ കയ്യിൽ ഖുർആനുണ്ട്, ഉമർ മൗലവിയുടെ കയ്യിൽ പ്രമാണമുണ്ട്. അതുകൊണ്ട് ഉമർ മൗലവിയെ പരാജയപ്പെടുത്താൻ ജമാഅത്തുകാർക്ക് സാധ്യമല്ല. ജീവിച്ചിരുന്നപ്പോ കഴിഞ്ഞിട്ടില്ല, ജീവിച്ചിരുന്നപ്പോൾ അതിനുവേണ്ടി പല പണിയും പല തന്ത്രമൊക്കെ എടുത്തു, അല്ലേ? സമ്പൂർണമായി ഇസ്ലാമിന്റെ ഭാഗമായിട്ട് പല പണികൾ അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഉമർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഉമർ മൗലവി ജീവിച്ചിരുന്ന സമയത്ത്, ആ സമയത്ത് ഉമർ മൗലവി അവതരിപ്പിച്ച വാദഗതികളെ അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാനോ ഉമർ മൗലവിക്കെതിരെ തിരിയുവാനോ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ മൗലവി മരിച്ചിട്ടാണെങ്കിൽ സുഖമായില്ലേ, ഉമർ മൗലവി മരിച്ചു കഴിഞ്ഞാണെങ്കിൽ സൗകര്യമായല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോ ഉമർ മൗലവിക്കെതിരെ ചില ആളുകൾ രംഗത്ത് വരും. അതിനുള്ള ചേതോ വികാരമൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. എന്നിട്ട് മരണപ്പെട്ടു പോയ ആ മനുഷ്യനെ എന്തെടുക്കുക, എത്രത്തോളം വികൃതമായി ചിത്രീകരിക്കാമോ അത്രത്തോളം വികൃതമായി ചിത്രീകരിക്കുക, കള്ളൻ എന്ന മുദ്ര കുത്തുക, കള്ളൻ എന്ന മുദ്ര കുത്തുക, കൃത്രിമം കാണിക്കുന്ന ആളെന്ന മുദ്ര കുത്തുക. ആ രൂപത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളെന്നും കള്ളനെന്നുമൊക്കെ ഉമർ മൗലവിയുടെ സൽസബിയിലും ഉമർ മൗലവിയുടെ ഉദ്ധരണികളുമൊക്കെ കൃത്രിമം കാട്ടിയിട്ട് അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിക്കുന്ന രംഗമാണ് പിന്നീട് ഈ വിഷയത്തിൽ കാണുന്നത്. എന്താണ് ഇബാദത്ത്? അത് ഖുർആൻ സുന്നത്തൊക്കെ ഉണ്ട്, അതാണെന്ന് പറഞ്ഞാൽ തന്നെ ഉമർ മൗലവിയുടെ വാദം പൊളിയൂലേ? എന്തിനാ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? ഉമർ മൗലവിയുടെ വാദം